കോടിയുടെ കപ്പൽ നിർമ്മാണശാല വരുന്നുണ്ട് എന്ന് ബ്ലൂംബെർഗിന് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അത് തെറ്റാണ് എന്നുള്ളതാണ്. ടാറ്റ തന്നെ അതിനെ അങ്ങ് ഒറ്റ തള്ളങ്ങ് തള്ളി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കുഞ്ഞാട്ടിക്കുട്ടി സാഹിബ് കുറെ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടു. ഈ പുറത്തുവിട്ട ചിത്രങ്ങൾ കൊണ്ട് ഇത് തള്ളിയതാണോ അതോ ആ ശരിയായ കാര്യമാണോ എന്നൊക്കെ സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താനായിട്ട് പറ്റും. പുറത്ത് വിട്ടത് ശരിക്കും വേറൊരു അടിക്കുറിപ്പ് കൂടി അതിലുണ്ട്. ടാറ്റ ഗ്രൂപ്പിലെ ആളുകൾ വന്ന് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ മിസ്റ്റർ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായിട്ട് ഇതാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. യഥാർത്ഥത്തില് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എള്ള ചീത്തപ്പേര് വലയിട്ട് പിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് തന്നെയാണ് പുള്ളി നേരത്തെ മറ്റേ ഇതിലും കഴിഞ്ഞത്. അതായത് മറ്റേ മൂലം വള്ളംകളിക്ക് അവധി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും പുള്ളി അന്ന് നമ്മളോടൊരു കഥ പറഞ്ഞല്ലോ. അതായത് 5 നാരങ്ങ മിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാരങ്ങ മിഠായികളിൽ 3 എന്ത് ചെയ്തു, സതീശൻ എടുക്കും, 2 നിനക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 1 ഞാൻ അറിയാതെ ഇനി മറ്റേ ഷാജിക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഒരിക്കലും കൊടുക്കൂല എന്ന് പറഞ്ഞിരുന്നത് എന്ന് പുള്ളി നമ്മളോട് നുണ പറഞ്ഞു. അതിൽ തന്നെ പുള്ളി ശരിക്കും നന്നായിട്ട് തേഞ്ഞു. ഒരാവശ്യവും പുള്ളിക്കില്ല. മനസ്സിലായി? പുള്ളിക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ പുള്ളിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ചില്ലറ മേടിച്ചു വെച്ചതിന്റെ പ്രശ്നമാണിത്. പുള്ളി ന്യായീകരിക്കട്ടെ. വേറെ കോൺഗ്രസിൽ ആർക്കും പുള്ളി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മന്നൂല. ഇനി ഈ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ എന്തൊരു നുണയാണ് ഈ പറയുന്നത്. സത്യത്തിൽ ഒരു മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കേണ്ടി വരണതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്തൊരു പിടിലാണ് തളിയ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായ? എങ്ങനെ പറയണത് കപ്പലിൽ കണ്ടെയ്നറിൽ വരെ നുണ. ശരിക്കും ഇയാൾക്ക് ഇതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളത്. അത് ശരി. കാരണം വെച്ചാൽ ഇത് മറ്റേ എനിക്ക് കൊണ്ട് ശീലമായി പോയിട്ടെ. ഇപ്പൊ ചില ആളുകൾ ഉണ്ടാക്കണം, അവർക്കറിയാം അവർ പറയണ തെറ്റായിരിക്കും. പക്ഷെ അവർക്കത് ശീലമായി പോയി. ഈ മിലിറ്ററി എന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരൊക്കെ ഇതുപോലെ ഞാൻ മറ്റേ 25 പേരെ വെടിവെച്ച് കൊന്നൊക്കെ പറയും. മനസ്സിലായി? അപ്പൊ പുള്ളിക്ക് തന്നെ ഇത് ആരും വിശ്വസിക്കൂലത്. ഒരാൾ ഞാൻ ചെല്ലുമ്പോൾ അയാളുടെ ഭാര്യയോട് പറയണേ ഞാൻ 25 പേരെ ശരിക്കും പറഞ്ഞാൽ വെടിവെച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞപ്പോ ഭാര്യ എന്നോട് പറഞ്ഞിട്ട് ഒന്നും വിചാരിക്കരുത്, പുള്ളിക്ക് ഇത് ശീലമായി പോയി, ഇവിടെ പാറ്റയെ പോലും കൊല്ലാറില്ല എന്ന് പറഞ്ഞു. പാറ്റ വന്നാൽ അതിനെ കൊല്ലാൻ ഇയാൾക്ക് പേടിയാണ്. അപ്പൊ ഞാൻ അതിപ്പോ പാറ്റയോട് പ്രത്യേകമായിട്ടുള്ളത്. എന്റെ പൊന്നു സാറേ രേഷ എന്താണ് ഈ പറയണ? ഒരു ദിവസം ഞാൻ ഞണ്ട് മേടിച്ച്, അതിന് ജീവനുള്ള ഞണ്ടായിരുന്നു. ഞാനൊന്ന് കൊന്നു തരാൻ വന്നിട്ട് ലാസ്റ്റ് ഇയാൾക്ക് പേടിയായിട്ട് ഞാൻ തന്നെ കൊന്നു. അങ്ങനെ ഇയാൾക്ക് എല്ലാത്തിനും പേടിയാന്ന് പറഞ്ഞ അത് വെറുതെ ഇത് പറയണേ. അപ്പൊ ഞാൻ പിന്നെ എന്തിനാ പറയണ? ശീലമായി പോയി, അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും. ഭാര്യ പറയണ എന്നോട് എന്ന് പറഞ്ഞാൽ എത്ര 30-35 കൊല്ലം പുള്ളപ്പം ജീവിച്ച ഭാര്യ പറയണേ. എന്നിട്ട് അപ്പൊ ഞാൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശീലമല്ലേ, പുള്ളിക്കൊരു സമാധാനം കിട്ടൂല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. ഇത് എനിക്ക് ഓർമ്മ പോലെ എന്താ വെച്ചാൽ മറ്റേ മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ ഷാജോന്റെ ഒരു കഥാപാത്രമുണ്ട്. ഷാജോൻ ദിലീപിനോട് പറയണ്ടേടാ, ഈ മമതാ മോഹൻദാസിന് മറ്റേ കമ്പനിയുടെ CEO ആണ്. അപ്പൊ അവർക്ക് വലിയ ഓർഡറുകൾ കിട്ടും, അവിടെ നിന്ന് ഓർഡറൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ഒരിത്തിരി മോശമായിട്ടുള്ള അർത്ഥത്തിൽ അവരൊക്കെ ഓർഡർ കിട്ടണത് എങ്ങനെയാണെന്ന് അറിയാമോ? അവരുടെ ഒപ്പം പോകും, ഇവരുടെ ഒപ്പം പോകും, അവരെ കാണാൻ പോകും എന്നൊക്കെ പറയുമ്പോൾ ദിലീപ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറയരുത്, അവർ വളരെ മര്യാദക്കുള്ളൊരു സ്ത്രീയാണെന്ന് പറയും. അപ്പൊ ഷാജോനോട് പറയുന്നുണ്ട് അവര് ചിലപ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴാണ് എനിക്കൊരു സുഖം കിട്ടുന്നത്. ഞാൻ എന്റെ സുഖം നോക്കിയപ്പോലെ കിട്ടും. എന്ത് പറയണ പോലെ സതീശന് ഒരു പ്രത്യേക സുഖം കിട്ടേണ്ടത് എനിക്കുണ്ട് ഈ നുണയൊക്കെ അടിക്കുമ്പോഴേ. അല്ല പറഞ്ഞുതരാം, ഇനി അടുത്തത് ഇല്ല, ഇത് ഈ ഫാക്ടിലേക്ക് കിടക്കാം. ഈ ഫാക്ട് നമ്മൾ പൊളിച്ചെടുക്കിയിട്ട് ഇത് ബാക്കി കാര്യമുള്ളൂ. ഇത് കേരളത്തിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരു മാധ്യമം പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ പുറത്ത് വെക്കിട്ടേക്കുന്നത് ശശാങ്ക് ശേഖർ ഝാ എന്ന് പറയുന്ന ആള് ഇരിക്കുന്ന ഫോട്ടോയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഞാൻ ഒറ്റ ഫോട്ടോ കണ്ടുള്ളൂ. ഞാൻ വിചാരിക്കണം അദ്ദേഹം ഇരിക്കുന്ന ഫോട്ടോയാണ്. അത് ഏതാണ്? ടാറ്റ ഗ്രൂപ്പിന് 100ഓളം കമ്പനികളുണ്ട്. ആ 100ഓളം കമ്പനികളുടെ ടാറ്റ ഗ്രൂപ്പിലുള്ള ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഈ പറയുന്ന ശശാങ്ക് ശേഖർ ഝാ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമ്പനി. ആ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ആർട്സൺ ലിമിറ്റഡ് എന്നാണ്. നേരത്തെ അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആർട്സൺ എഞ്ചിനീയറിംഗ് എന്നാണ്. ഇപ്പൊ അത് ആർട്സൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനി മറ്റേ ഓയിൽ ആൻഡ് ഗ്യാസ്, കെമിക്കലി, മെറ്റൽസ് ആൻഡ് മിനറൽസ്, പെട്രോളിയം, നിരവധി കാര്യങ്ങൾ, അതുപോലെ ഞാൻ ഇപ്പൊ പറയുന്നില്ല മറൈൻ പ്ലാറ്റ്ഫോമുകൾ ബിൽഡ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് ഏർപ്പെടുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി 78-ലെങ്ങാണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയാണ്. ആ കമ്പനി എന്ന് പറയുന്നത് ഈ ടാറ്റ ഗ്രൂപ്പിന്റെ കമ്പനി, ടാറ്റ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. അത് യഥാർത്ഥത്തിൽ ആർട്സൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ CEO ആണ്. അത്രയും അവിടെ ഇരിക്കട്ടെ കേട്ടാ, ക്ലിയർ ആണല്ല. ഈ ആർട്സൺ ഗ്രൂപ്പ് കേരളത്തിലെ മലബാർ സിമന്റ്സുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് നേരത്തെ തന്നെ.
ഓക്കെ. ആ കരാർ ഒപ്പിട്ടത് ഇൻവെസ്റ്റ് ഗ്ലോബൽ സബ്മിറ്റിലാണ്. അത് 2025 എനിക്കോട് ഒപ്പിട്ടിട്ടുള്ളത്. ആ ഒപ്പിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊച്ചിൻ പോർട്ടിന്റെ 7 ഏക്കർ സ്ഥലം ഈ മലബാർ സിമൻസിന് കൊടുത്തിട്ടുണ്ട്. ഉം. ആ മലബാർ സിമൻസിന് കൊടുത്തിട്ടുള്ള അവിടെ 7 ഏക്കർ സ്ഥലത്ത്, ശ്രദ്ധിക്കണേ, 7 ഏക്കർ സ്ഥലം. സ്ഥലത്ത് ഉം. യഥാർത്ഥത്തിൽ ഒരു ബോട്ട് നിർമ്മാണം, ഉം. 100 ടണ്ണിൽ കുഴയാത്ത ബോട്ടുകളുടെ കൂടാത്ത ബോട്ടുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് കൊടുത്തിട്ടുണ്ട്. ഒപ്പിട്ടത്. ഉം. അത് 300 കോടി രൂപയുടെ കരാറാണ്. അതെ. സതീശനെ സംബന്ധിച്ച്, സതീശന്റെ ശീലങ്ങളെ സംബന്ധിച്ച് ബോട്ട് കപ്പലായി. ഉം. 300 കോടി 10,000മായി. ഞാൻ പറഞ്ഞ 300 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു 500 കോടി 1000 കോടി വരെയൊക്കെ എന്ത് ചെയ്യാം, വലിച്ചെത്തിക്കാല. അതെ. വലിച്ച് നമ്മളിങ്ങനെ ഒരു നുണ പറയുമ്പോൾ എത്തിക്കാല്ല. അതൊരു ചക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചക്ക എന്ന് പറഞ്ഞാൽ ഒരു റൂമിനകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നൊക്കെ എന്ത് ചെയ്യുന്നത് പറയരുത്. അതാണ് സതീശൻ എന്ത് ചെയ്തത്. പിന്നെ ഇനി അടുത്തത്, ഉം. ഈ ആർട്സ് ആൻഡ് ഗ്രൂപ്പിന്റെ ആളുകൾ വന്ന് കാണുന്നതിന്റെയാണ് ഫോട്ടോ സാഹിബ് പുറത്തോട്ട്. പുറത്തുവിട്ടെ. അത് എന്റെ പൊന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അത് വെറും 300 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇനി അടുത്തത്, ഈ കപ്പൽ നിർമ്മാണം തുടങ്ങണമെങ്കിൽ എത്ര കോടി രൂപ വേണ്ടി വരും നിങ്ങൾക്കറിയോ? ഒന്നാമത്തെ കാര്യം, ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു കമ്പനിക്കും അങ്ങനെ കപ്പൽ നിർമ്മാണം ഇല്ലാട്ടാ. ഇനി അവരുണ്ടെങ്കിൽ അവർ പുതിയതായിട്ട് തുടങ്ങണം. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ കൈരളി ചാനൽ ചർച്ച കഴിയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഇത് വായിച്ചിട്ട്. അതിന് 1 മണിക്കൂർ മുമ്പ് വായിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയായിരുന്നു. അതായത് ടാറ്റ ഗ്രൂപ്പ് 100ഓളം കമ്പനികളുടെ ഗ്രൂപ്പ് പുതിയൊരു സെഗ്മെന്റിലേക്ക് കൂടി ഇറങ്ങുകയാണ്. ഇപ്പൊ നാളെ ഇവിടെ ന്യൂസ് നോട്ട് വേറെ 10 സ്റ്റാഫിനെയും കൂടി എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന പോലെയോ ബ്യൂറോ തിരുവനന്തപുരത്ത് തുടങ്ങുന്ന പോലെ അല്ലല്ലോ. പകരം നമ്മളൊരു പുതിയ സെഗ്മെന്റിലേക്ക് കൂടി അവർ വിശദമായ പഠനം നടത്തിയിട്ടുണ്ടാവും. അത് വലിയ തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ എങ്കിൽ അത്രയും തയ്യാറെടുപ്പ് ടാറ്റ നടത്തിയിട്ടുണ്ടോ എന്ന് പറയുന്ന അത്ഭുതം എനിക്ക് തോന്നിപ്പോയി. മനസ്സിലായ? 100ലധികം കമ്പനികളുണ്ട് അവർക്ക്, വിവിധ മേഖലകളിൽ കമ്പനികളുണ്ട്. സുദിയോ മുതൽ മറ്റേ TCS വരെയുള്ള കമ്പനികളുണ്ട്. അപ്പൊ അങ്ങനെ നടത്തിയൊന്ന് ഞാനടക്കം അത്ഭുതപ്പെട്ടു. അപ്പൊ എന്തായാലും ടാറ്റ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ഷിപ്പ് ബിൽഡിംഗ് ഇല്ലെന്ന് അത് പിറ്റേ ദിവസം ടാറ്റ പറഞ്ഞു. കാരണം ടാറ്റയുടെ ആളുകൾ ദേവർ സ്പൂക്ഡ് എന്നാ പറഞ്ഞേക്കണേ, എന്ന് പറഞ്ഞാൽ അവർ പരിഭ്രാന്തികളായി പോയത്. അതായത് എന്ത്, ഒരു മുഖ്യമന്ത്രി എന്നൊരു അടിയം കടിക്കണേ, അതും ആരോട്? ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസർച്ച് നടത്തുന്ന ഒരു കമ്പനിയും അതിന്റെ ഒരു മീഡിയ ഹൗസുമാണ് ബ്ലൂംബർഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഡ്രൈ ആവുന്നുള്ളൂ. ഈ ലോകത്തിലെ തന്നെ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾക്ക് ഡാറ്റ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ബ്ലൂംബർഗ്. മനസ്സിലായോ? അത്രയും ബിസിനസ് രംഗത്ത് വലിയ അക്യുമൻ ഉള്ള ഒരു കമ്പനിയാണ് അവര്. ആ കമ്പനിയുടെ മീഡിയ ഹൗസിൽ നിന്ന് കമ്പനി എടുത്തൊക്കെ ടാറ്റ ഗ്രൂപ്പ് ഈസ് ഗോയിങ് ടു ഇൻവെസ്റ്റ് ഹിയർ അറൌണ്ട് 10,000 crores. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ടാറ്റ ഗ്രൂപ്പിലെ ആളുകൾ അവര് മറ്റേ വൈസ് പ്രസിഡന്റുമാരെ ബാക്കിയുള്ള എല്ലാരെയും വിളിച്ച് മീറ്റിംഗ് കൂടി. സത്യം പറയണം, ആരെങ്കിലും ഒരാൾ വെറുതെ വല്ല വാഗ്ദാനവും കൊടുത്തിട്ടുണ്ടോ? ഒരു ഗ്രൂപ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എല്ലാരും ചോദിക്കില്ല എന്താണ് ആ കാര്യം. അല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇല്ല, ബാക്കിയുള്ള എല്ലാരും ഞെട്ടേ 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. പുള്ളിക്ക് 10,000 കോടി ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പറഞ്ഞേക്കണ വാചകം ഉണ്ടല്ലോ, അത് കേട്ടിട്ട് നാണിച്ച് തലകുനിച്ച് ഇല്ലാതായി പോയി. ആ വാചകം എന്താണെന്നറിയാം? റിസൾട്ട് കൊണ്ടുവരാനുള്ള പ്രഷറിനിടക്ക് വെറുതെ പറഞ്ഞായിരിക്കും. ആര്? നമ്മുടെ മുഖ്യമന്ത്രി. ഇത് അഖില ലോക വാർത്തയാണ്. എക്കണോമിക് ടൈംസ്, ET ഇൻഫ്ര, ബ്ലൂംബർഗ്, ഇതിലൊക്കെ വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളി പ്രായം എത്തിക്കഴിയുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, പുള്ളിയായിട്ട് കുറച്ചുകൂടി സൗഹൃദമൊക്കെ പ്രാപിച്ചിട്ട് കുറച്ചും കൂടി പ്രായം എത്തി പുള്ളി ഇതൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പുള്ളി എടുത്ത് ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് വർത്താനം പറയണം. കുറച്ച് പുള്ളുവടിയൊക്കെ കേട്ട് നമുക്ക് ഇതുപോലെയുള്ള എന്താണ് ഇതൊക്കെ കേട്ട് രസിക്കാല്ല. പക്ഷെ മുഖ്യമന്ത്രി ആയിരിക്കും അങ്ങനെയല്ല. ബ്ലൂംബർഗിന് ഒരു ആവശ്യമില്ല പോയിട്ട് ബ്ലൂംബർഗിന് ഇന്റർവ്യൂ കൊടുത്ത്, വേണ്ട ഇന്റർവ്യൂ ഇല്ലെന്ന് പറഞ്ഞ് വിട്ടാൽ മതി. ഈ 300 കോടി രൂപ ബോട്ടാണ് കപ്പലായി മാറിയത്. കപ്പലിൽ വന്ന നൂണ. ഇനി ഇവർക്ക് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഇവരുടെ ഈ ടാറ്റ ഗ്രൂപ്പിന്റെ ഇവർക്കാകെ ഉള്ളത് ഒരു കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ടോട്ടൽ റവന്യൂ തന്നെ 113.55 കോടി രൂപയാണ്. അത് 140 കോടി അല്ലെങ്കിൽ 150 കോടി, ഏതാണ്ട് 18.5 മില്യണിലേക്ക് എത്താം. ഇനി യാഥാർത്ഥ്യം എന്താണെന്നറിയാവോ? ഇവിടെ ചില പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട്. തൂത്തുക്കുടിയിലും അതുപോലെ കൊച്ചിയിലൊക്കെ പ്രൊജക്ടുകൾ വരാൻ പോകുന്നുണ്ട്. ആ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹുണ്ടായി എന്ന് പറഞ്ഞ കമ്പനി, ഒരു ഷിപ്പ് ബിൽഡിങ്ങിൽ ലോകത്തിലെ വലിയ കമ്പനികളിലൊന്നാണ്. അവർ 50,000 കോടി രൂപയ്ക്കൊക്കെയാണ് എന്ത് ചെയ്യണത്? $5 ബില്യൺ അവർ എന്ത് ചെയ്യണത്? ഈ പ്രൊജക്ട്
കൊണ്ടുവരും. അല്ലാതെ 1 ബില്യണൊന്നും ഇവിടെ പ്രൊജക്ട് ഇത് ഉണ്ടാക്കാൻ പോലും ഷിപ്പ് ബിൽഡിംഗ് ഒന്നും ചെയ്യാനുള്ള പരിപാടിയുടെ തുടക്കം പോലും കുറിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്നിട്ട് പറയണ മറ്റേ ഇവര് PRD പുറത്തു വിട്ടേക്കണെന്ന് പറഞ്ഞാൽ അത് എല്ലാ പ്രൊജക്ടുകളും കൂടിയിട്ടാണ് പറഞ്ഞു തന്നത്. അങ്ങനെയല്ലല്ലോ, ഇത് സ്പെസിഫൈ ചെയ്ത് അല്ല അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമുണ്ട്, ആ ബാക്കിയുള്ള പ്രൊജക്ടുകൾ പറഞ്ഞ് കൂട്ടട്ടെ. ഇത് 300 ബാക്കി 9700 കോടി രൂപയുടെ എന്ത് പ്രോജക്റ്റുകൾ എവിടെ? പിന്നെ ആരോട് എന്ത് ചോദിക്കണം? ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് പുള്ളി നുണ പറഞ്ഞു. അത് താങ്കൾക്ക് ഓർമ്മയുണ്ട? പുള്ളിയുടെ ശീലമായി പോയതുകൊണ്ടാ, മറ്റേ ഷാജോണായി പോയതുകൊണ്ടാ പുള്ളി. ഇല്ലെങ്കിൽ വല്ല ആവശ്യമുള്ള കാര്യമാണ്. ഞാൻ സുകുമാരൻ നായർ വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു, ഞങ്ങൾ വളരെ കോർഡിയലായി സംസാരിച്ചു, കണ്ട് എപ്പോഴെങ്കിലും കാണാന്ന് പറയുന്നു. ഇതിന്റെ കൂട്ടുകാരനാ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ സുകുമാരൻ നായർ വന്നിട്ട് പറഞ്ഞിരുന്നു, എന്നെ വിളിച്ചത് എങ്ങനെയാന്നുള്ള കഥ കൂടി കേൾക്കണോട്ടേങ്ങള്. ഇന്ന് പുള്ളീനെ 2 വട്ടം പ്രൈവറ്റ് സെക്രട്ടറി വിളിക്കുന്നു. 6ാമത്തെ ദിവസം, 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം പുള്ളീനെ തിരിച്ചു വിളിക്കുന്നു. തിരിച്ചു വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ അങ്ങേരി പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാനന്ന് തിണ്ണനിരങ്ങുന്നതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. അതായത് നിങ്ങൾ എന്തിനാണ് വിളിച്ചത്, എന്താ കാര്യത്തിന് ഒന്നും ചോദിച്ചില്ല. അതായത് അവഹേളിക്കാൻ വേണ്ടി തന്നെ, കുഴപ്പമില്ല. അതിന് പുള്ളിക്ക് വിരോധം ഉണ്ടാവും, പുള്ളിക്ക് അതിന് കാരണങ്ങളുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ പുള്ളി നമ്മളോട് നുണ പറയേണ്ട ആവശ്യമില്ല. അത് പുള്ളി വിളിച്ചിട്ടുണ്ട്, ഞാനത് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിടേണ്ട കാര്യമുള്ളൂ. പക്ഷെ അതിന് നുണ, ഞങ്ങൾ വളരെ കോർഡിയലായി സംസാരിച്ചു, ഞങ്ങൾ ഗംഭീരമായിട്ട് സംസാരിച്ചു. ഇനി അടുത്തത് സുകുമാരൻ നായർ വന്നിട്ട് പറഞ്ഞത്, എന്നിട്ട് 2 ആഴ്ചത്തേക്ക് പിന്നെ പുള്ളി ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് വിളിച്ചില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും 2 തവണ പ്രൈവറ്റ് സെക്രട്ടറിയെ കൂടെ വിളിച്ചു. അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞെന്ന് എറണാകുളത്ത് വെച്ച് കാണാം. അപ്പൊ സുകുമാരൻ നായർ പറഞ്ഞു, അങ്ങനെ എറണാകുളത്ത് വെച്ച് കാണേണ്ട കാര്യമില്ല, ഇതൊരു ഫയലുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലൊരു ഫയലാണ്. അപ്പൊ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിക്കാവുന്ന ദൂരത്ത് ഉണ്ടാവുകയും അവിടെ വെച്ച് തന്നെ കാണുകയും ചെയ്യുന്നതാണ്, സെക്രട്ടേറിയറ്റിൽ വെച്ച് കാണുകയും ചെയ്യുന്നതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുള്ളിയോട്, പ്രൈവറ്റ് സെക്രട്ടറിയോടും സതീശനോടൊക്കെ ഒരു നന്ദിയുണ്ട്. കാരണം സുകുമാരൻ നായരോട് പറയേണ്ടത് നമുക്ക് സുഭാഷ് പാർക്കിൽ വെച്ച് കാണാമെന്നാണ്. അടുത്ത ഞായറാഴ്ച ഞാൻ സുഭാഷ് പാർക്കിലുണ്ട്. അപ്പൊ ഞാൻ സുഭാഷ് പാർക്കിലേക്ക് വരുമ്പോ സുഗു നായർ, താങ്കൾ ഒരു കാര്യം ചെയ്യൂ, 2 പൊതി കപ്പലിനെ മേടിച്ചിരിക്കും, 1 പൊതി തിന്നരുത്, 1 പൊതി കുറച്ചുകൊണ്ടിരിക്കും, ഞാൻ 1 പൊതി കഴിയാറാവുമ്പോഴത്തേക്ക് ഞാൻ എത്താം. മറ്റേ മോഹൻലാലിന്റെ സിനിമ പറയുന്നില്ലേ, 3ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴേക്കും ഞാൻ എത്തുമെന്ന് പറയണ പോലെ പുള്ളി എന്ത് ചെയ്യണം, ആരോട്? സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ 85 വയസ്സുള്ള ഒരു മനുഷ്യനോട്, അത് പോട്ടെ, NSS ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഉള്ളത് പോട്ടെ, അതെന്ത് ചെയ്യുന്നു പറയും. എന്നിട്ട് പുള്ളി പറയുന്ന അടുത്ത തള്ളു, ഞാൻ മുഖ്യമന്ത്രിയല്ലേ, ഞാൻ ശശികലയെ കാണേണ്ടതല്ലേ, ഞാൻ RV ബാബുവിനെ കാണേണ്ടതല്ലേ, ഞാൻ എല്ലാവരെയും കാണേണ്ടതല്ലേ, പക്ഷെ PM നിയാസിനെ കാണൂല. ഏത് മറ്റേ നമ്മുടെ KSU സംസ്ഥാന പ്രസിഡന്റിനെ കാണൂല. ഈ പുള്ളിനെ എന്ത് ചെയ്യൂല, കാണില്ല. വെള്ളാപ്പള്ളിയെ കാണും. പിണറായിയൊക്കെ ഉണ്ടല്ല, മുത്താണ് മുത്ത്. കാരണം ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു വ്യക്തതയുണ്ട്. ഇത് സത്യം പറഞ്ഞ ഒന്ന് ആലോചിച്ചു. എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്ന് വെച്ചാൽ ഈ പുള്ളി പറയാനായിട്ട് ഞാനടക്കം ഇതിനെക്കുറിച്ച് കമന്റുകൾ പറയുകയും വീഡിയോ ചെയ്യുകയും ചെയ്ത്, ഈ 10,000 കോടി രൂപയുടെ പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ദുരൂഹത ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. കാരണം പുള്ളി പറയുന്ന അടി എന്താണെന്ന് അറിയാം, ഇതിന് സ്ഥലം പുള്ളി കൊടുക്കുമെന്ന് പറഞ്ഞ, ഏതില്ലാത്ത പ്രൊജക്ടിന് കേരളത്തിന്റെ സ്ഥലം. അപ്പൊ നമ്മൾ വിചാരിക്കണല്ലോ, ഒരു ആവേശം കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം 10,000 കോടി രൂപ പ്രൊജക്ട് വരെയൊക്കെ സ്ഥലം കൊടുക്കുകയായിരിക്കും, അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ എന്ത് ചെയ്യും, അങ്ങനെ ലാഭം നമ്മൾ പറയുന്നത് ചെറിയ വിഭവ സമാഹരണം നമ്മൾ എന്ത് ചെയ്യുന്നത്. മറ്റേ ഇത് പറയണ പോലെയാണ്, മറ്റേ കിഡ്നി ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റേ വിൽപ്പന എന്ന് പറയുന്നത് ദാനം എന്ന് പറയാം. അപ്പൊ എന്ത് ചോദിച്ചാൽ അവര് കിഡ്നി അങ്ങോട്ട് ദാനം ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ദാനം ഇങ്ങോട്ട് മേടിക്കും. അങ്ങനെ അങ്ങോട്ട് കൂടുതലുള്ള ദാനമാണ്, അല്ലാതെ മറ്റേ വാക്ക് ഉപയോഗിക്കരുത്. അതാണ് ഇതിന്റെ കാര്യം. സാർ, ഇത് മാത്രമല്ലല്ലോ, ഇപ്പൊ കുറച്ചുകൂടെ പുറകോട്ട് പോയ ദിവ്യ എസ് അയ്യരുടെ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലും നുണ പറഞ്ഞിട്ടില്ലേ? അതുപോലെ ദേശാഭിമാനി വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടായാലും പറയുന്നത് മുഴുവനും നുണയായിട്ട് മാറുകയാണ് പിന്നീട്. പക്ഷെ മാധ്യമങ്ങൾ ഇതിനൊന്നും, ഞാൻ പഴയതുപോലെ ആവർത്തിക്കുന്നതാണ്, മാധ്യമങ്ങൾ ഇതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നൊന്നുമില്ല, കേട്ടിട്ട് ആ ശരി സാർ. ഈ 2 പോട്ടെ, ഇപ്പൊ ഒരുപാട് പേര് സംസാരിച്ചല്ല, ഈ 2 പോട്ടെ, അങ്ങ് പോട്ടെ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ എന്താ പറഞ്ഞ, ഇദ്ദേഹത്തിന് ന്യായീകരണം കേട്ടിട്ടുണ്ട്, അപ്പൊ ചിരിച്ചിരിച്ചു മരിക്കും. ഞാൻ സത്യമായിട്ടും പറഞ്ഞ, പുള്ളി പ്രായത്തുമ്പോൾ ചെന്ന് സംസാരിച്ചിരിക്കാനുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇതൊക്കെ കേട്ട് നമുക്ക് ഇരിക്കാം. കാരണം പുള്ളി പറഞ്ഞില്ലേ, ഈ മായി എവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചില്ലേ, പിന്നെ K. സുധാകരൻ. അപ്പൊ അതിന് പുള്ളി പറഞ്ഞ ന്യായീകരണം എന്താ?
അതൊക്കെ എല്ലാവരും തമ്മിൽ വിളിക്കണല്ലേ, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ വിളിക്കാറില്ലേ? ഇല്ല 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 എന്ന് പറഞ്ഞ് അങ്ങ് പോയി. മനസ്സിലായി. ഇനി ഇത് പോട്ടെ, മറ്റേ പുള്ളി പൊതുയോഗ യാത്ര നടത്തിയപ്പോഴത്തേക്കും മറ്റേ അവിടെ വെച്ച് ഷാഫി ഒരു ജനറൽ സെക്രട്ടറിനെ പിടിച്ച് നിർത്തുകയും ഇടിയുണ്ടാവുകയൊക്കെ ചെയ്ത ഷാഫിനെ വിളിക്കാത്തതിന് ഓർക്കണ്ട. ഷാഫി എന്നിട്ട് കഴുത്തേലൊക്കെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. പുള്ളി അതിന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട് താങ്കൾക്ക്? എന്താ അത് ഓർമ്മയുണ്ട? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനത് കൃത്യമായിട്ട് നോക്കുന്ന ഒരാളാണ്. ഞാനന്ന് അവിടെ ഉണ്ട്. ഏത്? കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ആദ്യത്തെ പരിപാടി കോഴിക്കോട് വെച്ച് നടത്തണം ആ മലബാർ പാലസിന്റെ ഒക്കെ ഫ്രണ്ടിൽ വെച്ചാട്ടാ. ഞാൻ അപ്പോൾ അവിടെ ഉണ്ട്. ഞാൻ പരിപാടിയുടെ ഇടക്കില്ല, ഞാൻ പക്ഷെ ആ കോഴിക്കോട് നേരത്തിൽ. അപ്പൊ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ പുള്ളി പറയണേ, അവിടെ എന്ത് പ്രശ്നം ഉണ്ടായി? അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ശരിക്കും ഷാഫി പറഞ്ഞു നിന്ന് കേട്ടോ, ശ്രദ്ധിച്ചേ, ഷാഫി പറഞ്ഞു സമയം വൈകില്ലേ, ഇനി ഞാൻ സംസാരിക്കുന്നില്ലെന്ന് ഷാഫി പറഞ്ഞു. ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ. ഇനി അതവിടെ കിട്ടെ, ഷാഫി പറഞ്ഞു. അപ്പൊ ശരിക്കും വന്നില്ലെങ്കിൽ അപ്പൊ ഞാൻ വന്ന് സംസാരിക്കാന്നൊരു തീരുമാനമെടുത്ത് ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ഇതറിയാത്ത വേറൊരാൾ പറഞ്ഞത് ഷാഫിനെ പ്രസംഗിക്കാൻ വിളിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഷാഫി വേണ്ടെന്നും പറഞ്ഞ അയാളുടെ കഴുത്തേൽ ജനറൽ സെക്രട്ടറി പിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ പുള്ളി അറിയാതെ ഇത് സംഭവം ഒന്നുമില്ല, ഇത്ര ഉള്ളു. ഷാഫിനെ വിളിക്കാൻ ആ പുള്ളി മറന്നുപോയി. അപ്പൊ ഷാഫിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പ്രവീൺ കുമാർ വന്നിട്ട് പറഞ്ഞ് ഷാഫിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഷാഫിനെ വിളിക്കാൻ പുള്ളി വിട്ടുപോയതാണ്. ആ പുള്ളി വീണ്ടും എന്ത് ചെയ്ത് ചെന്ന്, കാരണം അവിടുത്തെ സ്ഥലം MP ആണ്. അപ്പൊ അതുകൊണ്ട് ഷാഫിനെ വിളിക്കേണ്ടതാണ്, സംശയമൊന്നുമില്ല. ഇതങ്ങാട് മിണ്ടാതെ വിടേണ്ടതിന് പകരം നുണ പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിക്കാന്ന് പുള്ളി വിചാരിച്ചു. ഇനി ഇതും പോട്ടെ, അടുത്തത് കെ സുധാകരന് സ്ഥാനാർത്ഥിത്വം ഇല്ലാതിരുന്നപ്പോ ഒരു FB പോസ്റ്റ് ഇട്ടല്ലോ, ഓർക്കണ്ട? അന്ന് പുള്ളിയുടെ ഡയലോഗ് ഇട്ട്, കെ സുധാകരൻ ഞാൻ വിളിച്ച് സംസാരിച്ചു. ശ്രദ്ധിക്കണേ, കെ സുധാകരൻ്റെതല്ല ആ പോസ്റ്റ്. അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇട്ടേക്കണതല്ല. ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമില്ല. അടുത്തൊരടി കൂടി, കെ സുധാകരന്റെ FB എന്താണ്, ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. വൈകുന്നേരത്തെ അടി, പിറ്റേ ദിവസം രാവിലെ 10 മണി, കെ സുധാകരൻ ഞാനിട്ട പോസ്റ്റ് തന്നെയാണത്, അത് എൻ്റെ പോസ്റ്റാണ്, എനിക്ക് FB എന്താണെന്ന് അറിയാം. അപ്പൊ മാധ്യമപ്രവർത്തകർ അല്ല, അപ്പൊ നിങ്ങളെ മറ്റേ പ്രതിപക്ഷ നേതാവ് വിളിച്ചത് എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരാളെ കുറിച്ച് നുണ പറയണമെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി അയാൾ തട്ടിപ്പോകും, നമുക്കൊരു ഉറപ്പ് വേണം. അല്ല, സാരിട്ട് പറഞ്ഞല്ല, നമ്മളിപ്പോ ഒരു 9 മണിക്കൂർ ഭാര്യ പറയുന്നു, അപ്പൊ 9:10 പുള്ളി തട്ടിപ്പോകുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ വന്നിട്ട് എതിർക്കില്ല. അല്ലാതെ എന്താ ഇപ്പൊ പറയണത്? എന്താ ഇത്? അല്ലെങ്കിൽ അയാൾ അതിന് മുമ്പ് ഭരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വായി തോന്നി നുണയൊക്കെ. അല്ലാതെ ഒരാൾ ജീവനോടെ നിൽക്കുമ്പോൾ അയാൾക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ നുണ പറയുന്നത്? ഇപ്പൊ സുകുമാരൻ നായരോ അല്ലെങ്കിൽ കെ സുധാകരനോ ഒക്കെ വന്ന് പ്രതികരിക്കില്ലെന്ന് വിചാരിച്ചോ? പിന്നെ ഇതിന് ശരിക്കും നമ്മളൊരു പൂവാണ് പുള്ളി എടുത്ത് വെക്കണം. പക്ഷെ ഈ കാര്യത്തിൽ പുള്ളി ഒരു പൂക്കാലം തരുമെന്ന് നമുക്ക് ഉറപ്പാണ്. ആ വസന്തത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാ ദിവസവും കാത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും പുള്ളിയുടെ വാർത്താ സമ്മേളനം ഞാൻ 2 തവണയെങ്കിലും കാണും. കാരണം എന്നെ സംബന്ധിച്ച് ഞാനിതെല്ലാം ലെയർ ചെയ്തുകൊണ്ടാണ് കാണണം. ഏത്? കെ സുധാകരൻ, മറ്റേ സമരാഗ്നി, പിന്നെ പൊതുയോഗ യാത്ര, പിന്നെ ഇത് അത് മറ്റേ പൂക്കി, മറ്റേ മോഡിഫിക്കേഷൻ, ഇങ്ങനെ എല്ലാം ചേർത്ത് വെച്ചാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിനെയൊക്കെ വെട്ടിക്കുന്ന ഒരു നുണയായി പോയത് 10,000 കോടി രൂപയുടെ. പാവപ്പെട്ട ടാറ്റ ഗ്രൂപ്പിലെ ആളുകൾ ഉറങ്ങാൻ സമ്മതിക്കും. ഒറ്റ കാര്യം എനിക്കുണ്ട് സത്യം പറഞ്ഞാൽ പുള്ളിയോട് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ എലോൺ മസ്ക് എന്നാണ് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തത് മാത്രം പറഞ്ഞാൽ മതി. അതുവരെ ഇതിങ്ങനെ നീണ്ടുപോണേ എന്നുള്ളത് മാത്രമാണ്. എലോൺ മസ്കും ഡൊണാൾഡ് ട്രംപ് കൂടി എന്നെ കാണാൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? 5 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. വിട്ടു. എന്തൊരു കഷ്ടമാണ്. എന്നിട്ട് താങ്കൾ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അറിയാതെ ഈ നമ്മള് വലിയ മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ മറ്റേ മാങ്ങാണ്ടി ഇങ്ങനെ എന്ത് ചെയ്യൂല, നമ്മളിങ്ങനെ മറ്റേ വായിൽ വെച്ച് ഒക്കെ ചെയ്യുന്നപ്പോ അറിയാതെ അതുപോലെ തൊണ്ടയിൽ കുടുങ്ങിയ പോലെ കുറെ മാധ്യമ പ്രവർത്തകർ ഇരിക്കണേ.
പിന്നെ പുള്ളി പെർഫോമൻസ് അപാരാണ്. കാരണം വെച്ചാൽ ഗംഭീരമാണ്. ദേശാഭിമാനിയുടെ വാർത്ത 1ാമത്തെ പേജിൽ വന്നു. അത് അതിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ആരായിരുന്നു സോഴ്സ്? LDF ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു മിന്നലാക്രമണമായിട്ടാണ് തോന്നണത്. മറ്റേ നമ്മളിങ്ങനെ നിർത്തിയിട്ട് 10-20 പേര് നമ്മുടെ ചെവിയുടെ സൈഡിൽ കൂടിയൊക്കെ വെടിവെച്ച് എങ്ങനെ ഉണ്ട് അതുപോലെ മാധ്യമപ്രവർത്തകർ. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഞെട്ടി വരച്ചിരിക്കണേ. അപ്പൊ ഇതിന്റെ ഫാക്റ്റ് ഒക്കെ മറന്നു പോകും നമ്മൾ. മനസ്സിലായ? അല്ല നമ്മുടെ ഇപ്പൊ താങ്കളുടെ തലയിൽ ഒരു പാപ്പിൾ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കത്തിയേറിയാണ്. താങ്കൾക്ക് ഉറപ്പാണ് ഞാൻ എന്തായാലും ഇത് കറക്റ്റായിട്ട് ചെയ്യില്ലത്. അപ്പൊ കത്തിയേറിയപ്പോൾ താങ്കൾ ടെൻഷൻ ആയിരിക്കും. താങ്കളുടെ ജീവൻ മാത്രം ഇരിക്കും. അല്ലാതെ തലയിലിരിക്കുന്ന ആപ്പിൾ വരെ താങ്കൾ മറന്നു പോകും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അങ്ങനെ കത്തിയെറിഞ്ഞുകൊണ്ടിരിക്കണേ പുള്ളി. ഏത് മെന്റലിസം ആണ് പുള്ളി കാണിക്കുന്നത്. ടക്ക് അപ്പൊ ശരിക്കും ഞാൻ കാണിക്കും. അത് ലാസ്റ്റ് ഇവിടെ ഒന്ന് പറയാം, അല്ല അങ്ങനെയല്ല, അത് ഇങ്ങനെ ഇരുന്നില്ല എന്നൊക്കെ എഴുതി. ഓഫീസിൽ എത്തുമ്പോഴേ ഓർമ്മ വരും. സത്യത്തിൽ എനിക്കൊരു വലിയ സന്തോഷമുണ്ട് പുള്ളിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ചെന്ന് ഇരിക്കണമെന്നുള്ളത്. കാരണം എന്തായിരിക്കും ആ അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റേ ഈ ജയിന്റ് വീലിലൊക്കെ പോകുന്ന ഒരു അനുഭവം ഇല്ലേ, സാഹസിക യാത്രകളൊക്കെ നടത്തുമ്പോൾ ഒരു അനുഭവം ഇല്ലേ, അതുപോലെ മറ്റേ എന്ത് ചെയ്യും ജയിന്റ് വീലിലൊക്കെ അങ്ങനെയാണ്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ഞാൻ ഈ സ്റ്റേഡിയത്തിന് അവിടെ നമ്മുടെ വലിയൊരു ജയിന്റ് വീല്, ഞാൻ എവിടെയെന്ന് പറയുന്നില്ല, ജയിന്റ് വീലിൽ അപ്പോൾ മറ്റേ ചെറുപ്പക്കാരികളായ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി വന്ന് കയറുന്നു. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വീല് പതുക്കെ കറങ്ങുന്നു. വീല് പതുക്കെ കറങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടാറ്റ പോളു, ടാറ്റ മമ്മ എന്നൊക്കെ പറഞ്ഞ് എന്താ ഭയങ്കര ഇതൊക്കെ ടാറ്റാക്ക. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പൊ വീല് പിന്നെ ഒന്നുകൂടി ഇത്തിരി കൂടി സ്പീഡായപ്പോഴത്തേക്ക് പറഞ്ഞാൽ അപ്പോഴും മറ്റേ പുട്ടി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് രണ്ടുപേരും ജെന്റിൽ, ഒരാള് മറ്റേ കമ്പനി സെക്രട്ടറി, ഒരാള് എഞ്ചിനീയർ എന്നൊക്കെ ഉള്ള ജെന്റിലായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ. അപ്പൊ വീല് പിന്നെയും കിടക്കുന്നു. അപ്പൊ അപ്പൊ മുഖം ഇങ്ങനെ മാറി തുടങ്ങണം, നമുക്ക് കാണാം ഓരോരോ ഇത്. അപ്പൊ പിന്നെ മുറുക്കെ പിടിക്കുന്നു, അയ്യോ ഇത് ചെയ്യുന്നു. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എൻഡിലേക്ക് വരുമ്പോ ഇതിങ്ങനെ പൊടപൊടേന്ന് അടിക്കുമല്ലോ. ഈ അടിക്കുമ്പോ എന്താ വെച്ചാൽ ഒരു ഘട്ടത്തിൽ എത്തുമ്പോ പറഞ്ഞാൽ ഇതിങ്ങനെ വിട്ടു പോണ പോലെ നമുക്ക് അങ്ങ് ഫീൽ ചെയ്യും ഇരിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥ മുഖം പുറത്തേക്ക് വേണ്ട. നിർത്തണ പട്ടി എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യണത്, ഭയങ്കര ഒച്ചത്തിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പെൺകൊച്ചു തന്നെയാണ് ദൈവം ഇത് പറയണം, നിർത്താൻ പറയണം എന്നൊക്കെ പറഞ്ഞ ആരോട്, അച്ഛനോട് അമ്മയോടും ഒക്കെ വരെ നിർത്താൻ പറയണം. അവരെ നിർത്തുന്ന ഭയങ്കര നിലവിളി ബഹളമൊക്കെ. അതേപോലത്തെ ഒരു അനുഭവത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലിരിക്കണം. അപ്പൊ ആ അനുഭവം എനിക്കുണ്ടാകാനായിട്ട് ഞാൻ അവിടെ ഇരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളിയോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടത്തല്ലേ, ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ. കോഴിക്കോടും തിരുവനന്തപുരം ഒക്കെ തിരഞ്ഞെടുക്കും. പക്ഷെ പുള്ളി മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടാണ് ഇത് നടത്തുന്നത്. പുള്ളിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം ഞാൻ പറയുന്നത്, എല്ലാ ദിവസവും ഇതുപോലെയുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തിയാൽ നമ്മുടെയൊക്കെ ജീവിതം കുറെ കൂടി മറ്റേ ഷാജോന്റെ ഡയലോഗ് നമ്മൾ ഓർത്താൽ മതി. 2 അടിച്ചിട്ടാണ് ഷാജോൺ അത് പറയണേ. അത് എടാ അവരൊന്നും അങ്ങനെയല്ല കേട്ടോ, നീ വെറുതെ ആവശ്യമില്ലാത്ത അതൊന്നും എനിക്കറിയാമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല സുഖം കിട്ടും.